നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ലൈഫ് സ്പാൻ? ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്, ജനനം മുതൽ മരണം വരെയുള്ള സമയത്തെ അറിയപ്പെടുന്ന പേരാണ് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിതകാലയളവ്. ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 14 ഫിഗറുകൾ നമ്മുടെ ടെക്സ്റ്റിലെ 4-ാമത്തെ പേജിൽ കിടപ്പുണ്ട്. ആ 4-ാമത്തെ പേജിൽ 14 ഫിഗറുകളിലായിട്ട് 14 ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാനാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് 2 എണ്ണം എക്സാമ്പിളായിട്ട് ഞാൻ തന്നേപ്പോണ്ട്. ഒന്ന് ക്രോ 15 ഇയേഴ്സ്, 2 പാരറ്റ് 140 ഇയേഴ്സ്. ക്രോയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 വർഷമാണ്, പാരറ്റിൻ്റെ 140 ഇയേഴ്സ്. അടുത്ത ടോപ്പിക്കാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ നമുക്ക് റീപ്രൊഡക്ഷനെ പറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈ റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഓർഗാനിസം? എല്ലാ ഓർഗാനിസങ്ങൾക്കും റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? 2 മാർക്ക് വെയിറ്റേജ് ഉള്ള ചോദ്യമാണ്. ആദ്യത്തത്, കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷ്യസ്. ഏത് സ്പീഷ്യസിനും കണ്ടിന്യൂറ്റി ഉണ്ടാവണമെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണം. 2, ടു ഇൻട്രൊഡ്യൂസ് വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണം. 3, ഫോർ ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അടുത്ത തലമുറയ്ക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണം. 4, ദ കോമ്പീറ്റ് ദ ലോസ് ഓഫ് ലൈഫ് ഡ്യൂ ടു ഡെത്ത്. ഡെത്ത് മൂലമുണ്ടാവുന്ന ലൈഫിൻ്റെ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ആരാണ്? റീപ്രൊഡക്ഷൻ ആണ്. ഒരു 10 ക്യാറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഈ 10 ക്യാറ്റിനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവരൊരു 10 ക്യാറ്റിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവർ മരണപ്പെട്ടാലും ഇവരുടെ ലോസ് ഈ 10 ക്യാറ്റ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രോസസ്സ് വഴി? റീപ്രൊഡക്ഷൻ വഴി. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്തുകൊണ്ട് എസെൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, for the continuity of species, to introduce variation, to introduce genetic constitution, to combat loss of life due to death. ഇനി റീപ്രൊഡക്ഷൻ്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ട് 2 തരത്തിലാണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ 2 എണ്ണം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ ഒറ്റ പേരൻ്റ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, സോ ഇറ്റ് ഈസ് നോൺ ആസ് യൂണിപേരൻ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമുക്കറിയാം, ഒരു മെയിലും കാണും, ഒരു ഫീമെയിലും കാണും. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവിടെ 2 പേരൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ വിളിച്ച പേര് ബൈപേരൻ്റ്. ഒറ്റ പേരെ ഉള്ളതുകൊണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അറിയപ്പെടുന്നത് യൂണിപേരൻ്റ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിനെ പറ്റിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്ന് പ്രീവിയസ് ഇയർ ഒത്തിരി ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക അസെക്ഷൽ റീപ്രൊഡക്ഷനെ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രോജനി, ഉണ്ടാകുന്ന കുട്ടികളെന്ന് പറയുന്നത് പേരൻറ്റുമായിട്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിരിക്കും, അവരുടെ കണക്ക് തന്നെയായിരിക്കും. ഇനി ഒരു പേരൻറ്റിൽ നിന്ന് മോർഫോളജിക്കലായിട്ടും ജനറ്റിക്കലായിട്ടും സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ക്ലോൺ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസങ്ങളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിൽ ആദ്യം പഠിക്കേണ്ട മെത്തേഡിൻ്റെ പേരാണ് ഫിഷൻ. കേൾക്കുമ്പോഴേ അറിയാം, ഫിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് 2 2-ലധികമോ ഓർഗാനിസമായി മാറുന്ന പ്രോസസ്സാണ് ഫിഷൻ. The body of an organism divides into
ടു ഓർ മോർ ഡോട്ടർ ഓർഗാനിസം, രണ്ടോ രണ്ടിലധികമോ ഓർഗാനിസമായി മാറുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിനെ അറിയപ്പെടുന്ന പേരാണ് ഫിഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. ഫിഷൻ വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസങ്ങളുടെ പേര് അല്ലെങ്കിൽ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഫിഷൻ എക്സാമ്പിൾ അമീബ ആൻഡ് പാരമീസിയം. രണ്ടാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡിങ്. ബഡിങ് എന്താണ് മക്കളെ? ഇതൊരു പ്ലാൻ ബോഡി ആണെങ്കിൽ ഈ പ്ലാൻ ബോഡിയിൽ ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും, പുറത്തോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഈ ഔട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂർ ആയി കഴിയുമ്പോൾ ഈ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടുകയും അത് സോയിലിൽ നിന്ന് പുതിയൊരു ഓർഗാനിസമായി കിളിച്ചു വരികയും ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബഡിങ്. ബഡിങ് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് എൻഡോജീനിയസ് ബഡിങ് എന്നും എക്സോജീനിയസ് ബഡിങ് എന്നും. ബഡ് ബോഡിക്കകത്താണെങ്കിൽ എൻഡോജീനിയസ്, പുറത്താണെങ്കിൽ എക്സോജീനിയസ്. അത് നമ്മുടെ ടെക്സ്റ്റിലില്ല. അപ്പോൾ ബഡിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ബഡിങ് കാണിക്കുന്ന ഓർഗാനിസം ഈസ്റ്റ് ഹൈഡ്ര. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്പർ 3 സൂസ്പോർ. എന്താണ് സൂസ്പോർ? ഓർഗാനിസങ്ങൾക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ സ്പോർ. മൈക്രോസ്കോപ്പിക് ആണ്, മോട്ടൈലാണ്, മൂവ് ചെയ്യാൻ കഴിവുള്ള സ്പോറുകളെ അറിയപ്പെടുന്ന പേരാണ് സൂസ്പോർ. ഈ സൂസ്പോർ പിന്നീട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. എക്സാമ്പിൾ ക്ലാമിഡോമോണാസ്. നാലാമത്തെ മെത്തേഡാണ് കൊനീഡിയ. ഇവിടെ സൂസ്പോറും മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്പോർ ആണെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള അസെക്ഷൽ സ്ട്രക്ചർ ആണ് കൊനീഡിയ. നോൺ മോട്ടൈൽ, മൂവ് ചെയ്യാൻ കഴിവില്ലാത്ത അസെക്ഷൽ സ്ട്രക്ചർ ആണ് കൊനീഡിയ. എക്സാമ്പിൾ പെനിസിലിയം. അടുത്ത അഞ്ചാമത്തെയാണ് ജെമ്യൂൾസ്. ജെമ്യൂൾസ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ജെമ്മെ ഫോർമേഷൻ എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. എന്താണ് ജെമ്യൂൾസ് എന്ന് പറഞ്ഞാൽ? പ്ലാൻ ബോഡിയിൽ ജെമ്മെ കപ്പ് എന്ന് പറയുന്ന കപ്പിലേക്ക് സ്ട്രക്ചറിൽ ഫോം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ബഡുകളെ വിളിച്ച പേരാണ് ജെമ്യൂൾസ്. ഈ ബഡ് പിന്നീട് വളർന്ന് പുതിയൊരു പ്ലാൻ ബോഡിയായിട്ട് മാറുന്നു. ഈ അസെക്ഷൽ മെത്തേഡിനെയാണ് ജെമ്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്പോഞ്ചസ്. അടുത്ത അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? റീജനറേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ്. പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള പാർട്സിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ബോഡി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റീജനറേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ്. സസ്യങ്ങളുടെ കായികമായ ഭാഗത്തിൽ നിന്ന് പുതിയൊരു സസ്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് നമുക്ക് 6 എണ്ണമാണ് പഠിക്കാനുള്ളത്. റണ്ണർ, ഓഫ്സെറ്റ്, റൈസോം, സ്റ്റെം ട്യൂബർ, ബൾബ്, ബൾബിൻ, ലീഫ് ബഡ്. 7 എണ്ണം. ഈ 7 എണ്ണം അതിൻ്റെ ഫിഗറുകളും ടെക്സ്റ്റിൽ കൊടുത്തേപ്പോണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് റണ്ണറിലേക്ക് കിടക്കാം. മക്കളെ, എന്താ റണ്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് നോഡെന്ന് പറയുന്നത്. നോഡിൽ നിന്ന് റൂട്ടും മുകളിലേക്ക് ലീഫും അറൈസ് ചെയ്തിട്ട് ഇത് ക്രീപ്പ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് റണ്ണർ. അപ്പോൾ ഓരോ ബഡിൽ നിന്നും പുതിയോരോ പ്ലാന്റുകൾ ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് റണ്ണർ. എക്സാമ്പിൾ നമുക്ക് ഇതല്ല, ഹൈഡ്രോകോട്ടൈൽ കുടങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, റണ്ണർ കഴിഞ്ഞാൽ അടുത്തതാണ് ഓഫ്സെറ്റ്. എക്സാക്ട്ലി സിമിലർ ആണ്. അവിടെ സോയിൽ ഇല്ല, വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന ക്രീപ്പിംഗ് ആണ് ഏതെന്ന് പറയുന്നത് ഓഫ്സെറ്റ്. എക്സാമ്പിൾ വാട്ടർ ഹയാസിൻ. നാലാമത്തത് റൈസോം. റൈസോമിന് നമുക്ക് 2 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ജിഞ്ചർ, 2 ബനാന. നാലാമത്തതാണ് സ്റ്റെം ട്യൂബർ. സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ. നമ്പർ 5 ബൾബ്. ബൾബിന് എക്സാമ്പിൾ ആണ് ഒണിയൻ ആൻഡ് ഗാർലിക്. നമ്പർ 6 ബൾബിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് അഗേവ്. 7 ലീഫ് ബഡ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രയോഫിലം. ഈ 7 എണ്ണത്തിൻ്റെയും പിക്ചറുകൾ കൊടുത്തേപ്പോണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങളെ ചോദിക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിന് മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, 1 വേർഡ് ക്വസ്റ്റ്യൻ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ.